നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കും. ആരോഗ്യത്തിന് ഊന്നൽ നൽകി ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം. 2021 ബജറ്റ് ആരോഗ്യത്തിനും സുരക്ഷിത ജീവിതത്തിനും വേണ്ടിയെന്ന് ധനമന്ത്രി. ആരോഗ്യമേഖലയ്ക്ക് വൻതോതിൽ പണം നീക്കിവെക്കും. നീക്കിയിരിപ്പ് 2.34 ലക്ഷം കോടി രൂപ. കോവിഡ് വാക്സിന് 35,000 കോടി. ആരോഗ്യമേഖലയിൽ 137% അധിക വകയിരുത്തൽ. പ്രതിരോധത്തിനും ചികിത്സയ്ക്കും സുഖജീവിതത്തിനും ഊന്നൽ. പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് സ്വാസ്ഥ്യ യോജന പ്രഖ്യാപിച്ച് ധനമന്ത്രി. പദ്ധതിക്കായി 64,180 കോടി രൂപ. സ്വാസ്ഥ്യ യോജന നാഷണൽ ഹെൽത്ത് മിഷന് പുറമെ ദേശീയ ആരോഗ്യ മിഷൻ ഇതോടൊപ്പം തുടരും. തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനങ്ങളിൽ വൻകിട റോഡ് പദ്ധതികൾ. തമിഴ്നാട്ടിൽ 1.03 ലക്ഷം കോടിയുടെ റോഡ് വികസനം. ബംഗാളിലും 2 ലക്ഷം കോടിയുടെ റോഡ് പ്രഖ്യാപനം. അസമിലും 1.5 ലക്ഷം കോടിയുടെ റോഡുകൾ. കേരളത്തിന് 65,000 കോടിയുടെ റോഡുകൾ. 1,100 കിലോമീറ്റർ ദേശീയപാത വികസനത്തിനും. മുംബൈ കന്യാകുമാരി പാതയ്ക്ക് 600 കോടി. പാത കേരളം വഴി പോകുന്നത്. റോഡ് വികസനത്തിന് പുതിയ ചരക്കിടനാഴികൾ. മധുര കൊല്ലം ഇടനാഴി പ്രഖ്യാപിച്ച് ധനമന്ത്രി. കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിന് കേന്ദ്ര ഫണ്ട്. കാക്കനാട് വരെയുള്ള മെട്രോ 2ാം ഘട്ടത്തിന് 1957 കോടി. 11.5 കിലോമീറ്ററിന് മെട്രോ നീളം. കൊച്ചി ഷിപ്പിംഗ് ഹാർബർ വികസനം പ്രഖ്യാപിച്ചു. രാജ്യത്ത് 5 ഷിപ്പിംഗ് ഹാർബർ വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ കൊച്ചിയും. ചെന്നൈയും വിശാഖപട്ടണവും പട്ടികയിൽ. തുറമുഖങ്ങളിൽ സ്വകാര്യവൽക്കരണം. മേജർ തുറമുഖങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. കൊച്ചി ഉൾപ്പെടെയുള്ള മേജർ തുറമുഖങ്ങൾക്ക് ബാധകം. തുറമുഖങ്ങളിൽ വൻതോതിൽ നിക്ഷേപവും തൊഴിലവസരവും. 1.15 ലക്ഷം പുതിയ തൊഴിൽ തുറമുഖങ്ങൾ വഴി. കപ്പലുകൾ പൊളിക്കാനുള്ള യാർഡുകൾ ആഗോള നിലവാരത്തിൽ. ദേശീയ റെയിൽ പ്ലാൻ ഈ വർഷം നടപ്പാക്കും. നടപ്പാക്കുന്നത് ഭാവി മുന്നിൽ കണ്ടുള്ള പദ്ധതി. 46,000 കിലോമീറ്റർ റെയിൽ കൂടി വൈദ്യുതീകരിക്കും. ബ്രോഡ് ഗേജ് വൈദ്യുതീകരണം 2023 പൂർത്തിയാക്കും. ടൂറിസം റൂട്ടിൽ പ്രത്യേക തീവണ്ടികൾ. തിരക്കുള്ള പാതകളിൽ കൂട്ടിയിടി ഒഴിവാക്കാൻ ഓട്ടോമാറ്റിക് സംവിധാനം. 1.10 ലക്ഷം കോടി രൂപ റെയിൽവേക്ക്. PPP മാതൃകയിൽ പൊതു ബസ് സർവീസ്. പൊതു ബസ് സർവീസിനായി 20,000 ബസ്സുകൾ വാങ്ങും. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും താങ്ങുവില തുടരുമെന്ന് പ്രഖ്യാപനം. കാർഷിക സംഭരണം തുടരാൻ കൂടുതൽ പണം അനുവദിക്കും. കാർഷിക ക്രെഡിറ്റ് കാർഡ് ക്ഷീരമേഖലയ്ക്ക് ബാധകമാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 3 പ്രഖ്യാപനങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വായ്പ നൽകാൻ പ്രത്യേക സ്ഥാപനം. 5 ലക്ഷം കോടി രൂപയുടെ വായ്പ 3 വർഷം കൊണ്ട് നൽകും. നിക്ഷേപം എളുപ്പമാക്കാൻ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ. റെയിൽവേ ചരക്കിടനാഴികൾ സ്വകാര്യവൽക്കരിക്കും. ഗെയിൽ, എയർപോർട്ട് അതോറിറ്റി, വെയർഹൌസുകൾ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം. എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കാൻ പദ്ധതി. 2.86 കോടി വീടുകളിൽ ടാപ്പ് കണക്ഷൻ എത്തിക്കും. 2.87 ലക്ഷം കോടി രൂപ മുടക്കി ജലവിതരണം സാധ്യമാക്കും. ഉജ്ജ്വല പദ്ധതി കൂടുതൽ വീടുകളിലേക്ക്. സിറ്റി ഗ്യാസ് കൂടുതൽ നഗരങ്ങളിലെത്തിക്കും. ജമ്മുവിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി. നഗര സ്വച്ഛ് ഭാരത് മിഷൻ 2.0 നടപ്പാക്കും. ചെലവ് 1.41 ലക്ഷം രൂപയെന്ന് ധനമന്ത്രി. സമ്പൂർണ്ണ ധനകാര്യ ഘടനാ മാറ്റം പ്രഖ്യാപിച്ച് ധനമന്ത്രി. സെബി, ഇൻഷുറൻസ് മേഖലകളിൽ പുതിയ നിയമനിർമ്മാണം. നിക്ഷേപം സുഗമമാക്കാൻ വമ്പൻ പ്രഖ്യാപനം. ഓഹരി വിറ്റൊഴിക്കൽ തുടരും. വിറ്റഴിക്കുക 1,75,000 കോടിയുടെ ഓഹരി. എയർ ഇന്ത്യ, ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്നിവയുടെ വിൽപ്പന ഈ വർഷം പൂർത്തിയാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റൊഴിക്കൽ ഊർജിതമാക്കാൻ സംസ്ഥാനങ്ങളുമായി പദ്ധതി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥലം നേരിട്ട് വിൽക്കാൻ അനുമതി. സ്ഥലം വിൽപ്പന ഊർജിതമാക്കാൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. 2 ബാങ്കുകളുടെയും 1 ഇൻഷുറൻസ് കമ്പനിയുടെയും ഓഹരി വിൽപ്പന ഈ വർഷം. 1 പൊതുമേഖലാ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും സ്വകാര്യവൽക്കരിക്കുമെന്ന് പ്രഖ്യാപനം. LICയുടെ ഓഹരി വിൽപ്പനയ്ക്ക് IPO ഈ വർഷം. എല്ലാവർക്കും വീടെന്ന പ്രഖ്യാപനവുമായി ധനമന്ത്രി. കുറഞ്ഞ ചെലവുള്ള വീടുകളുടെ നികുതി കിഴിവ് 1 വർഷം കൂടി ദീർഘിപ്പിച്ചു. വിദേശ ഇന്ത്യക്കാർക്ക് ഇരട്ട നികുതി ഒഴിവാക്കാൻ നിയമനിർമ്മാണം.
സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് നിയമനിർമ്മാണം, ഉന്നത വിദ്യാഭ്യാസ നിയന്ത്രണ സ്ഥാപനം ഈ വർഷം തന്നെ നടപ്പാക്കും. അക്രഡിറ്റേഷൻ, റേറ്റിംഗ് എന്നിവ നൽകാൻ കേന്ദ്രീകൃത സംവിധാനം. സ്ത്രീകൾക്ക് എല്ലാ തൊഴിൽ മേഖലയും തുറന്നുകൊടുക്കും. രാത്രി ജോലി ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷാ പദ്ധതി. അസമിലെയും പശ്ചിമബംഗാളിലെയും തേയില തൊഴിലാളികൾക്ക് 1000 കോടി. അതിഥി തൊഴിലാളികൾക്ക് പുറമെ നിർമ്മാണ തൊഴിലാളികൾക്കും പോർട്ടൽ. തൊഴിലും കൂലിയും വിതരണം ചെയ്യാൻ പോർട്ടൽ വഴി സംവിധാനം. എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കും. അടുത്ത വർഷത്തെ സെൻസസ് സമ്പൂർണ്ണമായി ഡിജിറ്റലായിരിക്കും. 3768 കോടി രൂപ ഡിജിറ്റൽ സെൻസസിന് നീക്കിവെക്കും. GST ഘടനയിൽ മാറ്റം വരുത്തും. GST അപാകതകൾ പരിഹരിക്കാൻ പുതിയ നിയമനിർമ്മാണം. 400 കസ്റ്റംസ് നികുതികൾ പരിഷ്കരിക്കുകയോ ഏകീകരിക്കുകയോ ചെയ്യും. ചെറുകിട വ്യവസായങ്ങൾക്ക് നികുതി ഘടനയിൽ മാറ്റം. ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ സ്ക്രൂവിന്റെ നികുതി 10% നിന്ന് 15%. പരുത്തിയുടെ ഇറക്കുമതി നികുതി 0 നിന്ന് 10%. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണത്തിന് 2.5% നികുതി. മൊബൈൽ ഫോൺ നിർമ്മാണത്തിനും 2.5% നികുതി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകൾക്ക് വില ഉയരാൻ സാധ്യത. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നികുതി പിരിവ് ഏകീകരിക്കും. സോളാർ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടന ഏകീകരിക്കും. എയർക്രാഫ്റ്റ് ലീസിംഗ് കമ്പനികൾക്ക് നികുതി കിഴിവ്. ഇൻകം ടാക്സ് റിട്ടേണുകളിൽ പലിശ വരുമാനം കൂടി ഇനി ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്തും. ശമ്പള പെൻഷൻ വരുമാനങ്ങൾക്ക് പുറമെ പലിശ വരുമാനം കൂടി ഓട്ടോമാറ്റിക് ആകും. PF-ൽ തൊഴിലുടമകൾ വിഹിതം അടയ്ക്കുന്നത് വൈകാൻ അനുവദിക്കില്ല. 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് നികുതി റിട്ടേൺ ഒഴിവാകും. ആനുകൂല്യം പലിശ വരുമാനവും പെൻഷൻ വരുമാനവും മാത്രമുള്ളവർക്ക്. നികുതി കേസുകളിൽ 1 വർഷം 50 ലക്ഷത്തിന് മുകളിൽ വെട്ടിപ്പുണ്ടെങ്കിൽ മാത്രം ക്രിമിനൽ ശിക്ഷാ നടപടി. ധനകമ്മി GDP-യുടെ 9.5% മാത്രമായി ചുരുക്കി. ധനകമ്മി ചുരുക്കി നിർത്തിയത് കടമെടുപ്പിലൂടെ. 80,000 കോടി രൂപ കൂടി കടമെടുക്കും. ധനകമ്മി 3% ചുരുക്കാൻ കർശന നടപടി സ്വീകരിക്കും. 34 ലക്ഷം കോടി രൂപ കൂടി അടുത്ത വർഷം കൂടുതലായി ചെലവഴിക്കും. 12 ലക്ഷം കോടി രൂപ അടുത്ത വർഷം വിപണിയിൽ നിന്ന് കടമെടുക്കും. ബജറ്റിന് പുറത്തുനിന്ന് പണം സമാഹരിക്കാനുള്ള പദ്ധതി നടപ്പാക്കും. പെട്രോളിന് 2.5 രൂപയും ഡീസലിന് 4 രൂപയും കാർഷിക വികസന സെസ്. പെട്രോൾ വിലയെയും ഡീസൽ വിലയെയും നിലവിലുള്ള എക്സൈസ് തീരുവയിൽ നിന്ന് ഈ വിഹിതം മാറ്റും. ജനങ്ങൾക്ക് അധിക നികുതി ഭാരം ഉണ്ടാകില്ല എന്ന് ധനമന്ത്രി. ഇൻഷുറൻസ് ആക്ട് പരിഷ്കരിക്കും. സെഡ്രി ആക്ട്, നിക്ഷേപ ആക്ട്, ഓഹരി നിയമം, കടപ്പത്ര നിയമം എന്നിവയെല്ലാം പരിഷ്കരിക്കും. എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലെയും നിക്ഷേപം സുരക്ഷിതമാക്കാൻ നിയമനിർമ്മാണം നടത്തും. കമ്പനി നിയമത്തിലെ ക്രിമിനൽ ചട്ടപ്രകാരമുള്ള നടപടികൾ ഒഴിവാക്കാൻ ശുപാർശ. 2 കോടി നിക്ഷേപവും 20 കോടി വിറ്റുവരവുമുള്ള കമ്പനികൾ ഇനി ചെറുകിട പട്ടികയിൽ. കടക്കെണിയിലായ ബാങ്കുകളിലെ 5 ലക്ഷം വരെയുള്ള നിക്ഷേപം ഏതു സമയത്തും പിൻവലിക്കാം. മൂലധന ചെലവിൽ വൻ വർധന പ്രഖ്യാപിച്ച ബജറ്റ്. 2021-22 മൂലധന ചെലവിൽ 5.54 ലക്ഷം കോടിയുടെ വർധന. പണം ചെലവഴിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്. UAE-യുമായും ജപ്പാനുമായും ചേർന്ന് തൊഴിൽ പരിശീലന അക്രഡിറ്റേഷൻ പദ്ധതികൾ. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി വാണിജ്യ നിക്ഷേപങ്ങൾക്ക് നേതൃത്വം നൽകും. ബജറ്റ് അവതരണം മുൻപെങ്ങുമില്ലാത്ത സാഹചര്യത്തിലെന്ന് നിർമ്മല സീതാരാമൻ. കോവിഡിനെ രാജ്യം നേരിട്ടത് അസാധാരണമായ ധൈര്യത്തോടെ. ആരോഗ്യ പ്രതിസന്ധി മൂലം ഇങ്ങനെയൊരു സ്ഥിതി ചരിത്രത്തിലാദ്യമെന്നും ധനമന്ത്രി. ആഗോള വിപണി തകർന്നു നിൽക്കുകയാണെങ്കിലും ഇന്ത്യ മടങ്ങി വരുന്നുവെന്നും ധനമന്ത്രി. 3 ലോക്ഡൌണുകളും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയും രാജ്യത്തെ രക്ഷിച്ചു. ആത്മനിർഭർ ഭാരത് ലോകത്ത് മറ്റൊരു രാജ്യത്തും നടപ്പാക്കാത്ത പാക്കേജ്. സാമ്പത്തിക മേഖലയിലെ ഉണർവിന്റെ കാരണം ഇന്ത്യയുടെ കരുത്ത്. ഇപ്പോഴത്തെ പ്രതിസന്ധി ആഗോള കാരണം കൊണ്ട്. പ്രതിസന്ധി മറികടക്കാൻ രാജ്യം പൂർണ്ണസജ്ജം. ഇന്ത്യ ഇപ്പോൾ ലോകത്തെ ഏറ്റവും മരണനിരക്ക് കുറഞ്ഞ രാജ്യം. രാജ്യത്തെ പൗരന്മാരെ മാത്രമല്ല 100ഓളം രാജ്യങ്ങളിലെ പൗരന്മാരെ കൂടി സുരക്ഷിതരാക്കുകയാണ് സർക്കാർ. ഇന്ത്യയുടെ വാക്സിനിലാണ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതീക്ഷയെന്ന് ധനമന്ത്രി. 2021 നിരവധി നാഴികക്കല്ലുകളുള്ള വർഷമെന്ന് ധനമന്ത്രി. ചന്ദ്രയാനും ഹരിദ്വാർ മഹാകുംഭമേളയും ഈ വർഷം നടക്കും. രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ നടപ്പായെന്നും നിർമ്മല സീതാരാമൻ.
പഴയ വാഹനങ്ങൾ നശിപ്പിക്കാൻ പദ്ധതി 20 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾ നശിപ്പിക്കും. 15 വർഷം കഴിഞ്ഞ വാണിജ്യ വാഹനങ്ങളും നശിപ്പിക്കും. കർഷകരുടെ വരുമാനം ഇരട്ടിയായി എന്ന് നിർമ്മലാ സീതാരാമൻ. പ്രഖ്യാപനത്തെ പരിഹസിച്ച് പ്രതിപക്ഷ എംപിമാർ കൂക്കി വിളിച്ച് പ്രതിഷേധം. ബജറ്റ് സമ്മേളനത്തിനിടെ പ്രതിപക്ഷ ബഹളം. അവതരണത്തിനായി നിർമ്മലാ സീതാരാമനെ ക്ഷണിച്ചപ്പോൾ ജയ് ജവാൻ വിളികൾ. കർഷക നിയമത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പഞ്ചാബിൽ നിന്നുള്ള എംപിമാർ. ഗഗൻയാൻ മിഷൻ പ്രകാരം 4 ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ റഷ്യയിൽ പരിശീലനത്തിന് അയച്ചെന്ന് ധനമന്ത്രി. മനുഷ്യരെ അയക്കാത്ത ഗഗൻയാൻ പദ്ധതി ഈ വർഷം ഡിസംബറിൽ നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ. വിപണിയിലെ കുതിപ്പ് സർക്കാർ ലക്ഷ്യം നേടിയതിന്റെ സൂചനയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂസ് 18നോട്. വിപണി ആവശ്യപ്പെടുന്ന അത്ര നൽകാൻ കഴിഞ്ഞില്ല, എങ്കിലും പരമാവധി നൽകി. ജനങ്ങൾക്ക് പണം എത്തിക്കുക എന്ന ലക്ഷ്യം നേടിവരുന്നു. ധനമന്ത്രിയുടെ പ്രതികരണം നെറ്റ്വർക്ക് 18 എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിൽ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യത്തിന് മൂലധനം നീക്കിവെച്ചെന്നും ധനമന്ത്രി ന്യൂസ് 18നോട്. നികുതി വർദ്ധിപ്പിച്ച് വരുമാനം കണ്ടെത്താനല്ല ലക്ഷ്യമിട്ടത്, വൻതോതിൽ വായ്പയെടുത്ത് പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ. ഇപ്പോൾ പണം ചെലവഴിച്ചില്ലെങ്കിൽ വികസനം മാറ്റിവെക്കുക എന്നതാണ് അർത്ഥമെന്നും നിർമ്മലാ സീതാരാമൻ. പരമാവധി പണം വിപണിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇപ്പോൾ പണം മുടക്കിയാൽ വൈകാതെ വരുമാനം വന്നു തുടങ്ങുമെന്നും ധനമന്ത്രി. മഹാമാരിയുടെ ആഘാതം മറന്നു പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും ധനമന്ത്രി. അത്ര ഗുരുതരമായ പ്രത്യാഘാതമാണ് മഹാമാരി ഉണ്ടാക്കിയത്. ജനങ്ങൾക്ക് കാര്യമായ ക്ഷീണം ഉണ്ടാകാതെ നോക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നും നിർമ്മല. സ്വകാര്യവൽക്കരിക്കുന്ന ബാങ്കുകളുടെ പേര് ഈ വർഷം പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി. LICയുടെ IPOയുടെ കാര്യത്തിലും തീരുമാനം പിന്നീട്. ഓഹരി വിൽപ്പന ഒരു നയമായി തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളാണ് വേണ്ടത്. ആത്യന്തികമായി പൊതുമുതലാണ് വിൽക്കുന്നത്. പാർലമെന്റിനോട് ഉത്തരം പറയാൻ ബാധ്യതയുണ്ടെന്നും ധനമന്ത്രി. കോവിഡ് ഉണ്ടാകുമെന്ന് ആരും കരുതാത്ത സമയത്താണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചതെന്ന് ധനമന്ത്രി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആ ബജറ്റിൽ നിന്ന് ഏറെ വ്യതിചലിച്ചാണ് പുതിയ പാതയിലെത്തിയത്. 48 മണിക്കൂർ കൊണ്ടാണ് ഗരീബ് കല്യാൺ യോജന രാജ്യത്ത് നടപ്പാക്കിയതെന്ന് ധനമന്ത്രി. കർഷകർ സർക്കാരിന്റെ ഉദ്ദേശത്തെ സംശയിക്കുന്നത് സങ്കടകരമെന്നും ധനമന്ത്രി. കർഷകർക്ക് വേണ്ടിയാണ് നിയമനിർമ്മാണവും ബജറ്റ് വകയിരുത്തലും. കർഷകർ പറയുന്ന ഏത് മാറ്റവും വരുത്താമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതാണ്. താങ്ങുവിലയുടെ കാര്യത്തിൽ കണക്കുകൾ സഭയുടെ മുന്നിലാണ് അവതരിപ്പിച്ചതെന്നും ധനമന്ത്രി ന്യൂസ് 18നോട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആരോഗ്യരംഗത്തിനും ബജറ്റിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് ധനമന്ത്രി. റോഡ്, പാലം, തുറമുഖം, ഊർജ്ജ പ്രസരണം തുടങ്ങിയ മേഖലകൾക്ക് വലിയ വിഹിതമാണ് നീക്കിവെച്ചത്. സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി. ഇന്ത്യയ്ക്ക് മേൽ ലോകത്തിനുള്ള വിശ്വാസം ഉയർത്തുന്നതാണ് ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ബജറ്റ് വളർച്ച ഉറപ്പാക്കും. ബജറ്റ് അവതരിപ്പിച്ചത് അസാധാരണ സാഹചര്യത്തിലെന്നും പ്രധാനമന്ത്രി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ബജറ്റിൽ പദ്ധതികളുണ്ടെന്ന് പ്രധാനമന്ത്രി. കർഷകർക്ക് വേഗത്തിൽ വായ്പ ലഭ്യമാക്കും. കാർഷിക അടിസ്ഥാന വികസന ഫണ്ട് ഉപയോഗിച്ച് MPMC മാർക്കറ്റുകൾ ശക്തിപ്പെടുത്തും. കൃഷി നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റ് കമ്മിറ്റികൾ ഇല്ലാതാകുമെന്നാണ് സമരം ചെയ്യുന്ന കർഷകരുടെ ആരോപണം. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ. ആത്മനിർഭർ പാക്കേജ് പ്രഖ്യാപിച്ച സർക്കാർ ഇന്ത്യയ്ക്ക് പുതിയ ദിശാബോധം നൽകി. ജനങ്ങളെ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുകയും സമ്പദ്വ്യവസ്ഥയെ വേഗത്തിലാക്കുകയും ചെയ്തുവെന്നും മന്ത്രി. രാജ്യത്തിന്റെ ആസ്തികളെല്ലാം കുത്തകകൾക്ക് വീതിച്ചു നൽകിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ജനങ്ങളെ മറന്നുള്ള ബജറ്റാണിതെന്നും രാഹുൽ. ബ്രേക്ക് നന്നാക്കിയില്ല, പക്ഷേ ഹോണിന്റെ ശബ്ദം കൂട്ടിവെച്ചെന്നായിരുന്നു ബജറ്റിനെ പരിഹസിച്ച് തരൂരിന്റെ വാക്കുകൾ. ദരിദ്ര വിഭാഗങ്ങളെ കേന്ദ്രം മറന്നെന്നായിരുന്നു P. ചിദംബരത്തിന്റെ വിമർശനം. ബജറ്റ് നിരാശാജനകമെന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ. പ്രതിസന്ധി കാലത്തെ മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ മാത്രമാണ് ബജറ്റിലുള്ളതെന്ന് MPമാർ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ വികസനത്തിന് സാധ്യമായതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ദേശീയപാതാ നിർമ്മാണത്തിനും കൊച്ചി മെട്രോയ്ക്കും പണം അനുവദിച്ചതിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുവെന്നും അമിത്ഷായുടെ ട്വീറ്റ്. ബജറ്റിൽ ജനങ്ങൾക്ക് നികുതി ഭാരം ചുമത്തിയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. കേരളത്തിനായി സുപ്രധാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പായതിനാൽ പദ്ധതികൾ വേണ്ട എന്നാണോ പ്രതിപക്ഷ നിലപാടെന്നും V. മുരളീധരന്റെ ചോദ്യം.
നാഷണൽ ഹൈവേ അതോറിറ്റിയും കിഫ്ബിയിൽ നിന്നും എടുക്കുന്ന വായ്പകൾ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് വി മുരളീധരൻ വ്യക്തമാക്കണമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ബജറ്റ് രാജ്യം അനുഭവിക്കുന്ന മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ കഴിയുന്നതല്ല, പൊതുമേഖലയെ ആകെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നുവെന്നും വിമർശനം. രാജ്യത്തെ പൂർണ്ണമായി കച്ചവട താൽപര്യങ്ങൾക്ക് വിട്ടുനൽകുന്ന ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പുതിയ കാർഷിക നയങ്ങളുടെ പാതയിൽ തന്നെ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റുപറച്ചിൽ കൂടിയാവുകയാണ് ബജറ്റെന്നും പിണറായി വിജയൻ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വരുമാനം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നും തന്നെ ബജറ്റിലില്ലെന്ന് മുഖ്യമന്ത്രി. ജനങ്ങളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നത് നിരാശാജനകമെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. കേരളത്തിൽ വികസനം കൊണ്ടുവരുന്ന ബജറ്റെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിൽ നിന്നും 8 മന്ത്രിമാരുണ്ടായ സമയത്ത് പോലും ഇത്തരം പരിഗണന ഉണ്ടായിട്ടില്ല. കേരളം പ്രതീക്ഷിക്കാത്ത സഹായം കിട്ടി. സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതീക്ഷകൾ പോലും മറികടക്കുന്ന ബജറ്റെന്നും സുരേന്ദ്രൻ. കേന്ദ്ര ബജറ്റ് സ്വകാര്യവൽക്കരണത്തിന്റെ വേഗം കൂട്ടുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കോവിഡ് കാലത്ത് തൊഴിൽ സൃഷ്ടിക്കുന്നതിനുള്ള ദീർഘവീക്ഷണം ബജറ്റിലില്ല. സാധാരണക്കാരന് സംരക്ഷണം നൽകുന്ന സമീപനമല്ല ബജറ്റെന്നും വിജയരാഘവൻ. കേന്ദ്ര ബജറ്റ് കോവിഡ് മഹാമാരിക്കിടെ പ്രഖ്യാപിച്ച മാസ്മരിക ബജറ്റ് എന്ന വ്യവസായി MA യൂസഫ് അലി. പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരും. കൊച്ചി മെട്രോയുടെ വികസനവും തുറമുഖ വികസനവും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തെ കൂടുതൽ ബിസിനസ് സൗഹൃദ സംസ്ഥാനമാക്കുമെന്നും യൂസഫ് അലി. കേന്ദ്ര ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും വേണ്ട പരിഗണന ലഭിച്ചുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് കരകയറുന്ന ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായതൊന്നും ബജറ്റിലുണ്ടായില്ല. വ്യവസായ മേഖലയിൽ സെസ് ഏർപ്പെടുത്താത്തത് ആശ്വാസകരമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിർമ്മലാ സീതാരാമൻ നടത്തിയ പ്രസ്താവന മാത്രമാണ് കേന്ദ്ര ബജറ്റെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നികുതി ഇനത്തിൽ പ്രതീക്ഷിച്ച യാതൊരു ഇളവും ഉണ്ടായില്ല. കോവിഡ് കാല പ്രതിസന്ധി പരിഹരിക്കാൻ യാതൊരു നിർദ്ദേശവും ബജറ്റിലില്ലെന്നും പ്രസിഡന്റ് ടി നസറുദ്ദീൻ. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു തൃണമൂൽ കോൺഗ്രസ് MLA കൂടി രാജിവെച്ചു. ഡയമണ്ട് ഹാർബറിൽ നിന്നുള്ള MLA ദീപക് ഹൽദാറാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. ഡൽഹി അതിർത്തികളിലെ ഇന്റർനെറ്റ് ബന്ധം നാളെ വരെ നിർത്തിവെച്ചു. രാവിലെ 11 മണി മുതലാണ് സിംഘു, ഗാസിപൂർ, തിക്രി അതിർത്തികളിലെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. രാജ്യത്തുടനീളം വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ കേസിലെ പ്രധാനി അറസ്റ്റിൽ. ഡൽഹി സ്വദേശി അവിനാശ് റോയ് വർമ്മയെ തിരുവനന്തപുരം സൈബർ പോലീസ് നോയിഡയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. 40 യൂണിവേഴ്സിറ്റികളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇയാൾ നിർമ്മിച്ചു നൽകി. 5000 വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ രേഖകൾ പോലീസ് പിടിച്ചെടുത്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കൂട്ടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്ന വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കും. പ്രഖ്യാപനം ക്യുസാറ്റിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദ പരിപാടിയിൽ. യൂണിവേഴ്സിറ്റി മേധാവികൾ വൻകിട കമ്പനികളുടെ ആവശ്യങ്ങൾ അറിയണമെന്നും മുഖ്യമന്ത്രി. ശാസ്ത്ര പഠനത്തിന് പ്രതിമാസം 1 ലക്ഷം രൂപ വരുന്ന പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉടൻ നൽകി തുടങ്ങും. പഠന മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് 1 ലക്ഷം രൂപ ഒറ്റത്തവണ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള സ്വാന്തന സ്പർശം അദാലത്തിന് കണ്ണൂരിൽ തുടക്കമായി. മന്ത്രിമാരായ EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അദാലത്ത്. കൊച്ചി മെട്രോയിൽ ജനകീയ യാത്ര നടത്തിയ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എറണാകുളം ACJM കോടതിയിൽ ഹാജരായി. 2017 ആലുവ മുതൽ പാലാരിവട്ടം വരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെട്രോയിൽ ജനകീയ യാത്ര നടത്തിയത്. KMRL നൽകിയ പരാതിയിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. വിദേശത്തേക്ക് ഡോളർ കടത്തിയ കേസിൽ M ശിവശങ്കർ നൽകിയ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിധി പറയും. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന അഡീഷണൽ CJM കോടതിയാണ് ജാമ്യാപേക്ഷ മാറ്റിയത്. ഡോളർ കടത്തുമായി പങ്കില്ലെന്നും ഒരു തെളിവും ഹാജരാക്കാനായിട്ടില്ലെന്നുമാണ് ശിവശങ്കറിന്റെ വാദം. ജാമ്യം ലഭിച്ചാൽ ജയിൽ മോചിതനാകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അർഹമായ പരിഗണന ലഭിക്കുമെന്നും ഉമ്മൻചാണ്ടി. പരിചയ സമ്പന്നതയുള്ളവരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നും ഉമ്മൻചാണ്ടി.
ശബരിമല വിഷയത്തിൽ UDFന് ആത്മാർത്ഥതയില്ലെന്ന് കെ സുരേന്ദ്രൻ. ശബരി റെയിൽപാത അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടി. മതശക്തികൾക്കനുസരിച്ച് താളം തുള്ളുന്ന മുന്നണിയാണ് UDF എന്നും കെ സുരേന്ദ്രൻ. വിജയരാഘവൻ മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മുന്നാക്ക സംവരണത്തെ UDF ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യുന്നു. അതേസമയം പിന്നാക്ക സമുദായങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടമാകരുതെന്നും ചെന്നിത്തല. ലീഗ് പരാമർശങ്ങളിൽ വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ. ജമാഅത്ത് ഇസ്ലാമി ശ്രമിക്കുന്നത് ന്യൂനപക്ഷ വർഗീയ ചേരി ഉണ്ടാക്കാൻ. മറുപടി നൽകുന്നതിന് പകരം ചോദ്യം ചോദിച്ചവരെ UDF വർഗീയവാദികളാക്കുന്നുവെന്ന് വിജയരാഘവൻ. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാനമന്ത്രി പ്രചാരണത്തിന് എത്തണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുരേന്ദ്രൻ. പോലീസ് തലപ്പത്ത് മാറ്റം. ADGP യോഗേഷ് ഗുപ്തയെ ബിവറേജസ് കോർപ്പറേഷൻ MD ആയി നിയമിച്ചു. തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണർ ദിവ്യ ഗോപിനാഥ് IT SP ആകും. ടെലികോം SP-യുടെ അധിക ചുമതലയും ദിവ്യ V ഗോപിനാഥിന് നൽകും. അഡീഷണൽ അസിസ്റ്റന്റ് IG വൈഭവ് സക്സേനയാണ് തിരുവനന്തപുരം DCP. പോലീസ് ആസ്ഥാനത്തെ അഡീഷണൽ AIGയുടെ ചുമതലയിലും വൈഭവ് സക്സേന തുടരും. ജില്ലാ പോലീസ് മേധാവിമാർക്കും മാറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിച്ചു. പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിക്കൊപ്പം 2 പേർ മാത്രം. ഓൺലൈനായി പത്രിക സമർപ്പിക്കാനും സൗകര്യം. പ്രചാരണ ജാഥയ്ക്ക് പരമാവധി 5 വാഹനങ്ങൾ മാത്രം. വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് താൽക്കാലികമായി സിറ്റി ഫാസ്റ്റ്, ജനറൽ, non-AC ബസ്സുകളിൽ കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാമെന്ന് ഗതാഗത മന്ത്രി A.K. ശശീന്ദ്രൻ. ഓർഡിനറി ബസ്സുകളുടെ കുറവ് മൂലം വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. മലപ്പുറം എടക്കര പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ 9 ജീവനക്കാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കെട്ടിട നിർമ്മാണ പെർമിറ്റ്, നമ്പറിംഗ് എന്നിവയിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. എടക്കര പഞ്ചായത്തിലെ അഴിമതിക്ക് പിന്നിൽ വൻ റാക്കറ്റുണ്ടെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടി ഉണ്ടാകില്ലെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ്. പ്രധാനമന്ത്രി പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചതിന്റെ ആഹ്ലാദത്തിൽ കുമരകം സ്വദേശി രാജപ്പൻ. ജീവിതത്തിൽ കിട്ടിയ വലിയൊരു അംഗീകാരമാണ് ഇതെന്ന് രാജപ്പൻ. സ്വന്തമായ ഒരു വീട് വേണമെന്ന സ്വപ്നവും രാജപ്പൻ News 18 പങ്കുവച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി എറിൻ ലിസ് ജോണിന് മിസ് കേരള കിരീടം. അമേരിക്കയിൽ സ്ഥിരതാമസമായ കണ്ണൂർ സ്വദേശിനി ആതിര രാജീവാണ് 1ാം റണ്ണറപ്പ്. കണ്ണൂരിൽ നിന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയർ അശ്വതി നമ്പ്യാർ 2ാം റണ്ണറപ്പായി. സംസ്ഥാനത്ത് നിന്ന് 3459 പേർക്ക് കോവിഡ്, 5215 പേർക്ക് രോഗം ഭേദമായി. 69,207 പേരാണിപ്പോൾ ചികിത്സയിൽ ഉള്ളത്. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കെ കർശന നടപടികളുമായി സംസ്ഥാന സർക്കാർ. കളക്ടർമാരെ സഹായിക്കാൻ ജില്ലകളിൽ IAS ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നു. സാമൂഹിക, മത, കായിക, സാംസ്കാരിക പരിപാടികളിലെ ആൾക്കൂട്ടം സംബന്ധിച്ച പരിധി ഇല്ലാതാകും. സിനിമാ തിയേറ്ററുകളിൽ മുഴുവൻ ഇരിപ്പിടങ്ങൾ അനുവദിക്കുന്നതിലും സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാം. സ്വിമ്മിംഗ് പൂളുകൾ കായിക താരങ്ങൾക്ക് പുറമെ പൊതുജനങ്ങൾക്കും ഇന്നു മുതൽ തുറന്നുകൊടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കഥാകൃത്ത് T. പത്മനാഭനെ കണ്ണൂരിലെ വസതിയിൽ സന്ദർശിച്ചു. പ്രതിഭായനം പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ഛായാഗ്രാഹകൻ PS നിവാസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപമുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ആയിരുന്നു അന്ത്യം. News 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.